അങ്ങനെ ഫേക്ക് ചേൻസിക്കും വേണ്ടി അവരുടെ അമ്മൂമ്മ ഒരു നല്ല അടിപൊളി കേക്ക് ഓർഡർ ചെയ്യും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ചേൻസിക്ക് ഉറക്കം വരുന്നില്ല, ഭയങ്കര വിശപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവള് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് പോകാൻ ഡോർ തുറക്കവേ ഡോറിന് മുമ്പിലായിട്ട് ഒരു കേക്ക് നിൽക്കുന്നത് കണ്ടു. അന്നേരം അവളെ ഇത് എനിക്കുള്ള കേക്കാണോ, അപ്പോൾ അച്ഛനക്ക് എന്റെ ബർത്ത്ഡേക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവൾ അത് രുചിച്ചു നോക്കി. അവൾക്കത് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെ എല്ലാവരും കേക്ക് കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നു. ഇവിടെ ഏതോ ഒരു കള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി ഒച്ചയിടാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ട് ആ ഫിയാൻസി വന്നിട്ട് ആഹാ കൊച്ചു കള്ളി, നീയാണല്ലേ കേക്ക് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കൂടെ മുത്തശ്ശിയും വന്നിട്ട് നീ എന്താ കൊച്ചെ കാണിക്കുന്നേ, ഇത് ഞാൻ എന്റെ കൊച്ചുമോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കേക്കാണ്, ഒരു മേനേഴ്സും ഇല്ലാത്തവളെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി. ശേഷം അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് എന്താ ജെൻസി നീ ചെയ്തേക്കുന്നേ, നീ ശരിക്കും അത് കഴിച്ചോ, നീ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞെന്നും പറഞ്ഞ് അവന് ഫേക്ക് ജെൻസിനെയും എടുത്തോണ്ട് അവിടുന്ന് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്തത് ഈ ദുഷ്ടതിയായ ഫിയാൻസി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ജെൻസി റൂമിലിരുന്ന് ആകെ സങ്കടപ്പെട്ട് കരയാണ്. അന്നേരം അങ്ങോട്ട് ഈ ഫിയാൻസി വന്നിട്ട് ഇന്ന് നീ മതി വരുവോളം ആർമാദിച്ച് കഴിക്കെന്നും പറഞ്ഞ് ആ കേക്ക് അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. വിശപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ അത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് തിന്നാൻ തുടങ്ങി. അമ്മേ, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ല അമ്മ.